ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ RSS പല ഘട്ടങ്ങളിൽ പല രാഷ്ട്രീയ നിലപാടുകൾ എടുത്തിട്ടുണ്ട്. പക്ഷേ അതത്ര പരസ്യമായി എല്ലാവർക്കും അക്നോളജ് ചെയ്യാൻ കഴിയുന്ന വിധത്തിലുള്ള ചരിത്ര സത്യങ്ങളല്ല. ഇവിടെ ഇപ്പോൾ 1977 തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു ചരിത്ര വസ്തുതയാണ്. 77 ജനതാ പാർട്ടി ഉണ്ടായതും ജനതാ പാർട്ടിയെ പിന്തുണച്ചതും പിന്നീട് ജനതാ പാർട്ടി തകർന്നതും. ജനതാ പാർട്ടി തകരാനുള്ള ഒരു കാരണം തന്നെ RSS അംഗത്വം ജനതാ പാർട്ടി നേതാക്കൾ ഉപേക്ഷിക്കണം. അതായത് ജനസംഘംകാരായ ജനതാ പാർട്ടി നേതാക്കൾ RSS ബന്ധം ഉപേക്ഷിക്കണം, ഇരട്ടംഗത്വം ഒഴിവാക്കണം എന്ന ചർച്ചയിൽ തുടങ്ങിയാണ് പിന്നീട് നമുക്കറിയാം ജനതാ പാർട്ടി സർക്കാർ തകർന്നു പോയതുപോലും വീണ്ടും ഇന്ദിരാഗാന്ധിക്ക് അധികാരത്തിൽ വരാൻ വഴി ഒരുങ്ങിയതൊക്കെ. ഇതിൽ വേറൊരു കൗതുകകരമായ ചരിത്ര സത്യം കൂടി ഞാൻ ഈ സമയത്ത് പറയാം. ദിബീഷ്, നീർജ ചൗധരി നമ്മുടെ രാജ്യത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും സീനിയറായ പത്രപ്രവർത്തകയാണ്. ഡൽഹിയിലെ പവർ കോറിഡോഴ്സുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള പത്രപ്രവർത്തകയാണ്. അവർ ഹൗ പ്രൈം മിനിസ്റ്റേഴ്സ് ഡിസൈഡ് എന്നൊരു പുസ്തകം കഴിഞ്ഞ വർഷം പുറത്തിറക്കി. അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം 1977, അതായത് നമ്മൾ ഈ പ്രതിപാദിക്കുന്ന 1977 തെരഞ്ഞെടുപ്പിൽ RSSന്റെ പിന്തുണ അന്ന് ഇന്ദിരാഗാന്ധി തേടിയിരുന്നുവെന്ന് അവർ വെളിപ്പെടുത്തുന്നുണ്ട്. അതിന് RSS കൊടുത്തിട്ടുള്ള മറുപടി, ഞങ്ങൾ നേരത്തെ കമ്മിറ്റ് ചെയ്തു പോയി, ജനതാ പാർട്ടിയെ പിന്തുണയ്ക്കാമെന്ന് ഞങ്ങൾ നേരത്തെ കമ്മിറ്റ് ചെയ്തു പോയി, അതുകൊണ്ട് ഇക്കുറി പറ്റില്ല. എന്നാൽ 1980 തുടർന്ന് അങ്ങോട്ട് 84 ഇന്ദിരാഗാന്ധിയുടെ വധത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ രാജീവ് ഗാന്ധി 404 സീറ്റോടുകൂടി തെരഞ്ഞെടുപ്പെട്ട തെരഞ്ഞെടുപ്പിലും RSS ഇക്കാര്യത്തിൽ സ്ട്രാറ്റജിക്കായി കോൺഗ്രസിനെ പിന്തുണച്ചിരുന്നു എന്നാണ് നീർജ ചൗധരിയുടെ പുസ്തകം പറയുന്നത്. അതിൽ തന്നെ ഇന്ദിരാഗാന്ധി RSSന്റെ അന്നത്തെ സർസംഘചാലകായ ബാലാസാഹിബ് ദേവറസുമായി ഒരു ബാക്ക് ചാനൽ ഡിപ്ലോമസി ഓപ്പൺ ചെയ്തിരുന്നുവെന്നും ഇന്ദിരാഗാന്ധിക്ക് വേണ്ടി രാജീവ് ഗാന്ധിയും ബാലാസാഹിബ് ദേവറസിന് വേണ്ടി അദ്ദേഹത്തിന്റെ ഇളയ സഹോദരൻ ബാബുറാവ് ദേവറസുമായിരുന്നു ചർച്ചകൾ നടത്തിയിരുന്നത് എന്നും ഈ രണ്ടുപേരും, അതായത് ബാബുറാവ് ദേവറസും രാജീവ് ഗാന്ധിയും നടത്തിയ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ആ രഹസ്യ ബാന്ധവം അങ്ങനെ മുന്നോട്ട് പോയിരുന്നു. ഇന്ദിരാഗാന്ധി ഒരിക്കലും ഇത് സോണിയാഗാന്ധിയോട് പറയരുതെന്ന് രാജീവ് ഗാന്ധിയോട് ചട്ടം കെട്ടിയിരുന്നു ഒക്കെ നീർജ ചൗധരി പറയുന്നുണ്ട്. ഇതിൽ നമുക്ക് ഈ ഒരു കാര്യം പറയാനുള്ളത്, 1984 തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോൾ അന്നത്തെ ഓർഗനൈസർ വലിയ വിജയം കോൺഗ്രസ് നേടിയതിനെ വിശേഷിപ്പിച്ചത് ട്രയംഫ് ഓഫ് ഹിന്ദുസ് എന്നാണ്. BJP അന്നവർ വിശേഷിപ്പിച്ചത് റെനിഗേഡ്സ് എന്നാണ്. നമ്മുടെ മലയാളത്തിൽ പറഞ്ഞാൽ കുലംകുത്തികൾ തോറ്റു എന്നാണ്. 1984 2 സീറ്റിലേക്ക് BJP ഒതുങ്ങിയപ്പോൾ അന്ന് ഓർഗനൈസർ എഴുതിയത് എന്ന വസ്തുത അവിടെ നിൽക്കുന്നുണ്ട്.